പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 24 പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി ജഅലാൻ ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം മേധാവി NS സന്ധ്യ. തൃശൂർ തളിക്കുളം നെടിയെടുത്ത് സിദ്ധാർത്ഥന്റെയും സിന്ധുവിന്റെയും മകളാണ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മഴ ലഭിച്ചു. ഇബ്രി, ജബലക്തർ, ബഹ്ല, നിസ്വ, ദങ്ക്, മുദൈബി, യങ്കൽ, ബുറൈമി, ഹംറ വിലായത്തുകളിലാണ് കൂടുതൽ മഴ പെയ്തത്. രാജ്യത്ത് മഴ ലഭിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരും. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. തീരദേശങ്ങളിൽ തിരമാല ഉയരും. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ഖാസിം മുഹമ്മദ് അൽ ബുസൈദിയും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ നഗരങ്ങളിൽ നടന്നുവരുന്ന ഒമാൻ വിനോദസഞ്ചാര പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെത്തിയതായിരുന്നു ഒമാൻ സംഘം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഉന്നതതല പ്രതിനിധികളും സന്നിധരായിരുന്നു. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെ ചർച്ച ചെയ്തു. ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രമോഷണൽ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഈ മാസം 28 വരെ തുടരുമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. വരും ദിനങ്ങളിൽ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഖരീഫ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയ ഒമാനി ക്യുളിനറി ആർട്സ് ഫെസ്റ്റിവലിന് തുടക്കം. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിൽ സലാല ഹാഫ ബീച്ചിൽ അരങ്ങേറുന്ന ഭക്ഷ്യോത്സവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നൂറുകണക്കിന് പേർ നഗരിയിലെത്തി. ഒമാന്റെ ഭക്ഷണ വൈവിധ്യങ്ങളെയും പാചക രീതികളെയും പ്രചരിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഈ മാസം 26 വരെ തുടരും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്ഷണപ്രിയരെത്തും. ഭക്ഷ്യമേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫെസ്റ്റിവൽ വേദിയാകും. ഒമാനി ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണ രീതികൾ നേരിൽ കാണുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പാചക കോർണർ, പ്രമുഖ ഒമാനി ഷെഫുമാരുടെ ലൈവ് പാചകം, പ്രാദേശിക കർഷകരുടെയും ഭക്ഷ്യനിർമ്മാതാക്കളുടെയും ഉൽപ്പന്നങ്ങളുടെ കൗണ്ടറുകൾ, റെസ്റ്റോറന്റുകൾ, ഗിഫ്റ്റ് സുവനീർ കടകൾ എന്നിവയും ഫെസ്റ്റിവൽ നഗരിയിൽ കാണാം. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ഫെറി പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്സ് അതോറിറ്റി സ്ഥിരീകരിച്ചു. താമസക്കാർക്കും സന്ദർശകർക്കും എളുപ്പവും സുസ്ഥിരവുമായ ഗതാഗത മാർഗങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് സംരംഭം. ഷെയ്ഖ് സായിദ് റോഡ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ 20 യാത്രക്കാർക്കുള്ള ശേഷിയുള്ള അബ്ര പ്രവർത്തിപ്പിക്കും. കഴിഞ്ഞ ജൂലൈയിൽ ഇതിന്റെ പരീക്ഷണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അബ്രകളുടെ നിർമ്മാണ സമയം 90%, നിർമ്മാണ ചെലവ് 30%, പ്രവർത്തന പരിപാലന ചെലവുകൾ 30%-ആയും കുറയ്ക്കും. മദ്രസത്തുൽ ഹുദ ഗുബ്രയുടെയും ICF ബൗഷർ അസൈബ സെക്ടറുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഇലൽ ഹബീബ് മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്ന ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു. ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം RSC ഒമാൻ നാഷണൽ ജനറൽ സെക്രട്ടറി മുനീബ് TK ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളിൽ ഫൗണ്ടേഷൻ, പ്രൈമറി, LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 40ഓളം ഇനങ്ങളിലായി 275 വിദ്യാർത്ഥികൾ മത്സരിച്ചു. ICF ഒമാൻ നാഷണൽ പ്രസിഡന്റ് ഷഫീഖ് ബുഖാരി അനുമോദന പ്രഭാഷണം നടത്തി. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്ന ചെമ്പടയ്ക്ക് പിന്തുണയുമായി രാജ്യം. ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന് കീഴിൽ ഒമാൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചാണ് ഒമാന്റെ ലോകകപ്പിലേക്കുള്ള സ്വപ്നയാത്രയ്ക്ക് പിന്തുണയുമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വി ആർ ഓൾ വിത്ത് യു എന്ന ശീർഷകത്തിൽ അരങ്ങേറുന്ന ക്യാമ്പയിൻ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ബാസിൽ ബിൻ അഹമ്മദ് അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ക്യാമ്പയിന്റെ വ്യത്യസ്ത പരിപാടികളിൽ പങ്കാളികളാവുകയും ഒമാൻ ടീമിന് ആവേശം പകരുകയും ചെയ്യും. അടുത്ത മാസം മുതലാണ് ലോകകപ്പ് യോഗ്യതയുടെ 2ാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുക. ഹോം ആൻഡ് എവേ രൂപത്തിൽ മത്സരങ്ങൾ അരങ്ങേറും. ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണ കൊറിയ, ഇറാഖ്, ജോർദാൻ, ഫലസ്തീൻ, കുവൈത്ത് ടീമുകളാണ് ഒമാന്റെ എതിരാളികൾ. സെപ്റ്റംബർ 5-ന് ഒമാൻ ഇറാഖിനെയും 10-ന് ദക്ഷിണ കൊറിയയെയും നേരിടും. പിന്നീട് ഒക്ടോബറിലാണ് മത്സരം. ഒക്ടോബർ 10-ന് കുവൈത്തുമായും 15-ന് ജോർദാനുമായും ഏറ്റുമുട്ടും.
ഒമാനിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പ്രൊമോഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഈ മാസം 28 വരെയായി ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒമാനിലെ വിവിധ വിനോദ സൗകര്യങ്ങളും പ്രത്യേകതകളും ക്യാമ്പയിനിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പ്രധാനമാണ് സമ്മേളനങ്ങൾ, പ്രദർശനങ്ങൾ, വിവാഹവേദികൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ. ഇവയെക്കുറിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ കൃത്യമായി പ്രചാരം നൽകുന്നതിലൂടെ ഇത്തരം ഈവന്റുകൾക്ക് ഒമാനിലേക്ക് ഇന്ത്യക്കാർ ഒഴുകിയേക്കും. ഒമാനിൽ വിവാഹവേദി ഒരുക്കുന്നതിന് ഇന്ത്യക്കാരെ ക്ഷണിച്ച് നേരത്തെയും ടൂറിസം മന്ത്രാലയം പ്രചാരം നടത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികൾ, സംരംഭകർ, കലാമേഖലയിൽ നിന്നുള്ളവരുടെ വിവാഹങ്ങൾക്ക് ഒമാൻ വേദിയാവുകയും ചെയ്തിരുന്നു. വീണ്ടും ഇത്തരം ഈവന്റുകൾക്ക് ഒമാനിൽ പ്രചാരം നൽകുകയാണ് മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. പ്രവാസികൾക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ സൗജന്യ സംരംഭകത്വ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 31 മുമ്പായി NBFC-യിൽ ഇമെയിൽ, ഫോൺ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തിയവർക്കും ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിലോ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും സഹായകമാകുന്നതാണ് പരിശീലനം. ഉചിതമായ സംരംഭക പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനും ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ, നോർക്ക റൂട്ട്സ് വഴി നൽകി വരുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചും അവബോധം നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് പരിശീലനം. പ്രവാസി സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നോർക്ക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏകജാലക സംവിധാനമാണ് NBFC. കൂടുതൽ വിവരങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.